നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർ VLAN റൗട്ടിങ്ങിനെ പറ്റിയാണ്. അപ്പം ബേസിക്കലി ഇന്റർ VLAN റൗട്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പല VLANലുള്ള ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബേസിക്കലി വിത്തിൻ സെയിം VLAN ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്താൽ വിത്തിൻ സെയിം VLANൽ ഉള്ള ഡിവൈസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു PC1 VLAN 20ലാണ്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ ഈ സ്വിച്ച് എല്ലാം കോൺഫിഗർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ VLAN 20ലുള്ള ഈ ഒരു ഡിവൈസിന് ഈ VLAN 20ലുള്ള ഡിവൈസും ഇവിടുത്തെ VLAN 20ലുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ടിവിറ്റി കിട്ടും. അതേസമയം ഇപ്പം VLAN 20ൽ നിന്ന് VLAN 10ലോട്ടുള്ള ഡിവൈസോ അല്ലെ 10ൽ നിന്ന് 20ലോട്ടുള്ള ഡിവൈസിനോ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സെയിം VLANലുള്ള ഡിവൈസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ഷൻ അല്ലെ കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ഒരു VLANിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലോട്ട് കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവത്തില്ല. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതാണ് ഇന്റർ VLAN റൗട്ടിങ്. അപ്പൊ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് മൾട്ടിപ്പിൾ VLANs ഉണ്ട്. അപ്പം ആ ഒരു മൾട്ടിപ്പിൾ VLANനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എല്ലാ VLANിലോട്ടും ഒരു VLAനിൽ നിന്ന് മറ്റൊരു VLAനിലോട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന പരിപാടിയാണ് ഇന്റർ VLAN റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർക്ക് ബിൽഡിംഗ് എയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ബിൽഡിംഗ് ബിയിലും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം ഈ ഒരു ബിൽഡിംഗ് എയിലെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്യൂം ചെയ്തൊരു വലിയൊരു നെറ്റ്വർക്കാണ്, ചെറിയ നെറ്റ്വർക്ക് അല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കോർ സ്വിച്ച് ഉണ്ട്. ഈ കോർ സ്വിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കോൺഫിഗറേഷൻ ഉള്ള കോർ സ്വിച്ചിന് പറ്റുന്ന ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്വിച്ചുകളുണ്ട്. അപ്പോൾ ഇതൊരു ലെയർ 3 സ്വിച്ചാണ് കോർ സ്വിച്ച് ജനറലി. എന്ന് വെച്ചാൽ ഇതിനകത്ത് റൗട്ടിങ്ങും കൂടെ എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് റൗട്ടിംഗ് ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് റൗട്ടർ വെച്ചുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗട്ടർ ഡെഡിക്കേറ്റഡ്ലി റൗട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വിച്ചസ് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ്, ഒത്തിരി ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യുകയും അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ സാധ്യമാക്കുകയും ചെയ്യും സ്വിച്ചസ്. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് റൗട്ടിംഗ് ഫീച്ചറും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ചിന്റെ ഫീച്ചറും കിട്ടും, പ്ലസ് ആ റൗട്ടിങ്ങിന്റെ കാര്യം കൂടെ നടക്കും. ഒരു റൗട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റൗട്ടറിന് ജനറലി പോർട്ട് കുറവാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഡിവൈസുകൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗട്ടേഴ്സിന്റെ ആ പോർട്ട് പോരാ. പിന്നെ അതിനകത്ത് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ഫോക്കസ് ചെയ്തിട്ടല്ല റൗട്ടേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു സ്വിച്ചിങ് വരണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു 10, 100, 150 സ്വിച്ചുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കോർ സ്വിച്ചിലോട്ടായിരിക്കും. അപ്പൊ ഈ കോർ സ്വിച്ചിൽ ഇഷ്ടംപോലെ പോർട്ടും ഉണ്ടാവും. ഇതൊരു വലിയ സ്വിച്ചും ആയിരിക്കും. നമ്മൾ ഇപ്പം ഇവിടെ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു സിമ്പിൾ സ്വിച്ച് ആയിരിക്കത്തില്ല. ഈ കോർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഇതിപ്പോ ഒരു സിംഗിൾ സ്വിച്ച് ആണ്, 1U സ്വിച്ച് ആണ്. നമ്മൾ 1U എന്ന് പറഞ്ഞാൽ റാക്കിലെ ആ ഒരു കണക്കനുസരിച്ചാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് സ്വിച്ചിന്റെ മേൽവശവും ഇത് താഴ്വശമാണ്. അപ്പം ഒരു കോർ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിയൊരു സ്വിച്ച് ആയിരിക്കും. ഇതിനകത്ത് ഒത്തിരി ഇതേപോലെ തന്നെ ലൈൻ കാർഡ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഒരു അലമാരി പോലെ അല്ലെങ്കിൽ ചെറിയൊരു ടേബിൾ പോലെ ഉള്ളൊരു സെറ്റപ്പ് ആയിരിക്കും കോർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈവൻ ചെറിയ സ്വിച്ചുകളും ഉണ്ട്. നമുക്ക് ബേസിക്കലി ഈ സ്വിച്ചിന്റെ മോഡലും സ്വിച്ചിന്റെ സൈസും ഒക്കെ നമ്മൾ എടുക്കുന്നത് നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ചാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതും അതേപോലെ തന്നെ ഒത്തിരി ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സെറ്റപ്പ് ആയിരിക്കും കോർ സ്വിച്ചിനുള്ളത്. അതേസമയം നമുക്ക് സാധാരണ ആക്സസ് ലെയർ സ്വിച്ച്, ഇതിനെ നമ്മൾ ആക്സസ് ലെയർ എന്നാണ് പറയുക, ഈ ഒരു ഡിവൈസുകളൊക്കെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ ആക്സസ് ലെയർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഡിവൈസുകൾ തമ്മിൽ അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും അതിന് വേണ്ട കേപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള സ്വിച്ചസ് അവിടെ മതി. പക്ഷേ കോർ ലെയറിൽ വരുമ്പോൾ ഇതുപോലത്തെ മൾട്ടിപ്പിൾ സ്വിച്ചസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ സ്വിച്ചസ് ആയിരിക്കും നമ്മൾ കോറിലിടുക. അപ്പോൾ അവിടെ സ്വിച്ചിങ്ങും നടക്കും പ്ലസ് റൗട്ടിങ്ങും നടക്കും. അതാണ് കോർ സ്വിച്ചിന്റെ പ്രത്യേകത. ഇതിന്റെ ആർക്കിടെക്ചറിലോട്ട് നമുക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇന്റർ VLAN റൗട്ടിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കേസിൽ നമുക്ക് ഈ ഒരു സെനാരിയോ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോർ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ ഒരു മെയിൻ ഓഫീസ് ഉണ്ട്, ആ മെയിൻ ഓഫീസിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് വേറൊരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, അങ്ങോട്ട് നമ്മൾ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെയും ഇതുപോലെ കുറെ യൂസേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന 1-2 PC ആയിരിക്കത്തില്ല. ഇവിടെ ഈ ഒരു സ്വിച്ചിന്റെ കപ്പാസിറ്റി എത്രയാണോ അത്രയും PC ആയിരിക്കും. ചിലപ്പോൾ ഒന്നിലധികം സ്വിച്ചസും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസുകൾക്കെല്ലാം നമ്മൾ കണക്ടിവിറ്റി കൊടുക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടൊരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഞാൻ കുറെ പ്രീ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒത്തിരി ലെങ്തി വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കുറെ കോൺഫിഗറേഷൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ ഒരു കോൺഫിഗറേഷൻ ചെയ്യത്തില്ലെന്നുള്ളതല്ല, ചെയ്ത് കാണിച്ചു തരാം.
അതിൻ്റെ അകത്ത് ഒരു സ്വിച്ചിൽ ഞാൻ കോൺഫിഗറേഷൻ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ തന്നെ ബാക്കിയുള്ള സ്വിച്ചിൽ അതേ സിമിലർ കോൺഫിഗറേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സെനാരിയോസ് വർക്കൗട്ട് ചെയ്യണം. കാരണം ഇത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് കൂടുതൽ കോൺഫിഗറേഷൻ ചെയ്ത് ആ കമാൻഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇനിയും ഒരു അപ്രോച്ച് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 VLAN ഉണ്ട്. VLAN 10ഉം VLAN 20യും. ഈ VLAN 10ഉം VLAN 20ലും നമുക്ക് ഈ കംപ്ലീറ്റ് ഡിവൈസസും നമുക്ക് ഡീപ്ലോയ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് VLAN 10ഉം VLAN 20യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് കൂടാതെ തന്നെ VLAN 10ലും VLAN 20യിലുള്ള ഡിവൈസസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണം. ഇതാണ് നമ്മളുടെ റിക്വയർമെന്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ VLAN സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോ ഇതിൽ നമുക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ VLAN സെറ്റപ്പ് ചെയ്യുക. അപ്പം എല്ലാ ഡിവൈസസിലും നമുക്ക് VLAN സെറ്റപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഡിവൈസസിലും VLAN സെറ്റപ്പ് ചെയ്യണം. അത് അതേ സെയിം VLANിലുള്ള ഡിവൈസസ് നമുക്കിവിടെ കണക്ട് ചെയ്യുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസസിലും VLAN വേണം. ഇതിൻ്റെ അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VLAN സെറ്റപ്പ് ചെയ്യുമ്പം ഇപ്പൊ ഈ ഒരു ഡിവൈസിൽ VLAN 10ഉം 20 ഉണ്ട്. അതുപോലെ ഈ ഒരു ഡിവൈസ് VLAN 10ഉം 20 ഉണ്ട്. അപ്പം ഈ ഡിവൈസിലുള്ള ഡിവൈസിൽ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസസിന് അല്ലെ PCക്കൊക്കെ ഈ ഡിവൈസിൽ കണക്ട് ചെയ്തേക്കുന്ന മറ്റു ഡിവൈസസിലോട്ട് അല്ലെ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തേക്കുന്ന മറ്റു ഡിവൈസസിലോട്ട് കണക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പോയിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ഇവിടുന്ന് സ്വിച്ച് 0യിൽ നിന്ന് ഒന്ന് കോർ സ്വിച്ച് വന്നു, കോർ സ്വിച്ചിൽ നിന്ന് ഈ ഒരു സ്വിച്ച് 2യിലോട്ട് വന്നു, എന്നിട്ട് ഇവിടെ നിന്നായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ VLAN ഈ സ്വിച്ച് 0യിലും വേണം, അതേപോലെ സെയിം VLANs ഈ കോർ സ്വിച്ചിലും വേണം, ഇവിടെയും വേണം. ഈ കോർ സ്വിച്ചിലേക്ക് VLANs മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. അപ്പൊ ആ ഒരു പാത്തിൽ ഏതൊക്കെ ഡിവൈസസ് വരുന്നോ ആ ഡിവൈസസിലെല്ലാം VLANs ഉണ്ടായിരിക്കണം, എന്നാലേ അത് വർക്ക് ആവത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം ഈ സ്വിച്ചിലുള്ള ഡിവൈസസിന് ഈ സ്വിച്ചിലുള്ള ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ 2 സ്വിച്ചിലും സെയിം VLANs ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. അപ്പൊ ഇത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു റൂളാണ്. അപ്പൊ അത് അത് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അപ്പം എല്ലായിടത്തും നമ്മൾ VLANs ഡീപ്ലോയ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വിച്ച് പോർട്ടുകൾ. നമ്മൾ ഈ ഓരോ ഡിവൈസ് കണക്ട് ചെയ്തേക്കുന്ന സ്വിച്ച് പോർട്ട്സ് ഉണ്ടല്ലോ, ഈ പോർട്ടുകളെല്ലാം കൃത്യമായിട്ടുള്ള VLANs അസൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ PC 0 കണക്ട് ചെയ്തെങ്കിൽ പോർട്ട് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 ആണ് ഈ സ്വിച്ചിലെ. അപ്പം ഈ ഒരു പോർട്ട് നമ്മൾ VLAN 10ൽ ആക്കി കൊടുക്കണം, എന്നാലേ ഈ ഒരു VLAN ഇതുവഴി കടന്നു പോകുള്ളൂ. അല്ലെങ്കിൽ ഡീഫോൾട്ട് VLAN 1ലായിരിക്കും ഈ ഒരു പോർട്ട് ബൈ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് VLAN 10ലാക്കി കൊടുക്കണം. അതേപോലെ ഈ പോർട്ട് VLAN 20ലാക്കി കൊടുക്കണം. ഇനി ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ സ്വിച്ചിലും ചെയ്യുക. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പം ഇവിടെ ഈ സ്വിച്ചിലുള്ള VLAN 10ലും 20ലുള്ള ഡിവൈസസിന് ഈ സ്വിച്ചിലുള്ള VLAN 10ലും 20ലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർഫേസ്, ഈ സ്വിച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർഫേസിൽ കൂടെ നമ്മൾ ആ VLAN 10ഉം 20യും കടത്തി വിടണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ട്രങ്ക് പോർട്ട് കോൺഫിഗർ ചെയ്യണം. അപ്പൊ ഇതിനെ ട്രങ്ക് ആയിട്ട് കോൺഫിഗർ ചെയ്യുമ്പം നമുക്ക് മൾട്ടിപ്പിൾ VLANs നമുക്ക് കടത്തിവിടാൻ പറ്റും. എൻക്യാപ്സുലേഷൻ ഒക്കെ ചെയ്തിട്ട് അത് കടത്തിവിടാൻ പറ്റും. അപ്പോൾ സ്വിച്ചുകൾ തമ്മിലുള്ള കണക്ഷൻസ് വരുമ്പം അത് നമ്മൾ ട്രങ്ക് പോർട്ടിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ VLAN നമുക്ക് അതിനകത്ത് കടത്തിവിടാൻ പറ്റും. അതേസമയം PCകൾ തമ്മിലുള്ള അല്ലെ PCയും സ്വിച്ചും തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സസ് പോർട്ടിലായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം അവിടെ അത് വരും. VLAN മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. അൺടാഗ്ഡ് VLAN ആയിട്ട് അവിടെ പോകും. ഇവിടെ വരുമ്പോൾ ടാഗ്ഡ് VLANs ആയിട്ടായിരിക്കും പോവുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്വിച്ചിലും VLANs ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇത് ജസ്റ്റ് ഒരു സ്വിച്ച് ആയിട്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇന്റർ VLAN റൗട്ടിംഗ് വരുമ്പം നമുക്ക് റൗട്ടിംഗ് ഫീച്ചർ ഈ സ്വിച്ചിൽ എനേബിൾ ചെയ്യണം. ഈ സ്വിച്ചിൽ റൗട്ടിംഗ് ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ VLANനും നമ്മൾ ഇവിടെ ഒരു VLAN ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യും, ഒരു ലെയർ 3 ഇന്റർഫേസ്. കാരണം റൗട്ടിംഗ് എപ്പോഴും ലെയർ 3 ആണ് OSI മോഡലിന്റെ. അപ്പം IP അഡ്രസ് അസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ VLAN 10നും 20ക്കും നമ്മൾ IP അഡ്രസ് അസൈൻ ചെയ്യും. എന്നിട്ട് ഓരോ VLANിലുള്ള PCകളുണ്ടല്ലോ, ആ PCകളുടെ എല്ലാം ഡീഫോൾട്ട് ഗേറ്റ്വേ നമ്മൾ ഇവിടുത്തെ കോർ സ്വിച്ചിലുള്ള അസൈൻ ചെയ്തിട്ടുള്ള അതാത് VLANന്റെ IP അഡ്രസ് ആയിരിക്കും ഇട്ട് കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ കോൺഫിഗർ ചെയ്യുമ്പം ഇപ്പം PC 0യെ നമ്മൾ അസ്യൂം ചെയ്യും ഇത് VLAN 10ലാണ്. അപ്പം PC 0യ്ക്ക് VLAN 10ലുള്ള മറ്റുള്ള ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡീഫോൾട്ട് ഗേറ്റ് ഇവിടെ ആവശ്യമില്ല. അത് ഡയറക്ട്ലി കമ്മ്യൂണിക്കേഷൻ ചെയ്യും വിത്തിൻ സെയിം നെറ്റ്വർക്ക് ആയതുകൊണ്ട്. അതേസമയം മറ്റൊരു നെറ്റ്വർക്കിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ VLAN 20ലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡീഫോൾട്ട് ഗേറ്റ്വേ വേണം. കാരണം
സെയിം നെറ്റ്വർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഈ PC0 എന്ത് കൊടുക്കും, ആ ഡീഫോൾട്ട് ഗേറ്റ്വേയിലോട്ട് ഫോർവേഡ് ചെയ്യും അതിന്റെ റൗട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡീഫോൾട്ട് ഗേറ്റ്വേ ഈ ഒരു കോർ സ്വിച്ചിലുള്ള ആ ഒരു VLAN 10ന്റെ ഇന്റർഫേസ് ആയിരിക്കും. അന്നേരം അതിലോട്ട് ഈ ഒരു കണക്ഷൻ വരികയും എന്നിട്ട് ഈ കോർ സ്വിച്ചിൽ അതിന്റെ റൗട്ടിങ് നോക്കുകയും എന്നിട്ട് അതേത് ഇന്റർഫേസിലാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ഇന്റർഫേസ് വഴി ആ കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് ഇത് ലിറ്ററലി ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ കോൺഫിഗറേഷൻ സൈഡ് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്വിച്ച് എടുക്കാം. ഈ ഒരു സ്വിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ച് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ കോൺഫിഗറേഷൻ ചെയ്തെന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അതിന് ഷോ റണ്ണിങ് എന്ന് പറഞ്ഞൊരു ഇതാണ് കമാൻഡാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആ ഇന്റർഫേസിൻ്റെ അകത്തുള്ള കോൺഫിഗറേഷൻസ് ഒന്നുമില്ല. അപ്പം നമുക്കിത് കോൺഫിഗർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഡിവൈസ് ആണ് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ കോൺഫിഗറേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനേബിൾ ഇതിനകത്ത് ഷോ റണ്ണിങ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ ഇന്റർഫേസുകൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഇന്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് 1 ആണ് ഈ സ്വിച്ച്. അപ്പം ഇതിനകത്ത് ഓൾറെഡി ഇന്റർഫേസ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1 അത് ട്രങ്ക് ആയിട്ട് അലോ ചെയ്തിട്ടുണ്ട് VLAN 10 ഉം 20. അപ്പം ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1 ഇതാണ്. അതേപോലെ ഇന്റർഫേസ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/2 അത് ഇതാണ്, ഈ ഒരു ഇന്റർഫേസ് അവിടെയും ട്രങ്ക് ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റർഫേസ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 അത് ഇതാണ്, ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്സസ് മോഡിൽ VLAN 10 അലോ ചെയ്തിട്ടുണ്ട് ഇതിലോട്ട്. അതുപോലെ 0/4 20 നമ്മൾ ഇങ്ങോട്ട് അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ സ്വിച്ചിലും കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതെടുത്തു കഴിഞ്ഞാൽ എനേബിൾ എടുത്ത ഷോ റണ്ണിങ് കൊടുത്താൽ ഇവിടെയും അതേപോലെ തന്നെ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ ഇന്റർഫേസിന്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അത് ഈ ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് ചെയ്യാം. കാരണം ഈ സ്വിച്ചിൽ ഉള്ള കോൺഫിഗറേഷൻ ഞാൻ റിമൂവ് ചെയ്തായിരുന്നു നമുക്കിത് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 4 നമുക്ക് ഓരോരോ VLAN ഇടണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് VLAN ക്രിയേറ്റ് ചെയ്യണം. VLAN ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഗ് ടെർമിനലിൽ പോയിട്ട് VLAN 10 എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക, നെയിം. ഞാനിപ്പം VLAN 10 എന്ന് തന്നെ ഒരു പേര് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് കൊടുക്കുക. എന്നിട്ട് VLAN 20 എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കുക. അതും ഇവിടെ ഞാൻ VLAN 20 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പേരൊന്നും ഇടുന്നില്ല. നമുക്ക് എന്താണോ നമ്മളുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണോ അതനുസരിച്ച് ആ പേര് കൊടുക്കുമായിരിക്കും നല്ലത്. ഇപ്പം എംപ്ലോയി VLANോ IT VLAനോ അല്ലെങ്കിൽ വൈഫൈ VLAനോ ഗസ്റ്റ് VLAനോ അങ്ങനെ എന്ത് വേണം നമുക്ക് പേര് കൊടുക്കുക നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. ഓക്കെ, ഇപ്പൊ നമ്മൾ VLANs 2 ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ എൻഡ് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാം. ഷോ VLAN എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്കിവിടെ VLAN 10 ഉം 20 നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ 2 VLANസും ഇവിടെ കോൺഫിഗർ ആയി. ഇനി നമുക്ക് എന്താണ് VLAN കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് ഈ VLAനെ ഓരോ പോർട്ടിലും അസൈൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോൺഫിഗ് ടെർമിനലിൽ പോവുക. എന്നിട്ട് ഇന്റർഫേസ് ഇത് നമ്മുടെ ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് VLAN 10 ആണ് വേണ്ടത്. അന്നേരം നമ്മൾ ഇന്റർഫേസ് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/3 എന്നിട്ട് അവിടെ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുക്കുന്നു. എന്നിട്ട് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 കൊടുക്കുന്നു. അന്നേരം അത് ആ ഒരു പോർട്ട് VLAN 10 മാറി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഈ ഇന്റർഫേസ് കോൺഫിഗർ ചെയ്യുമ്പോൾ മിക്കവാറുള്ള സ്വിച്ചിൽ നമുക്ക് ഇവിടെ തന്നെ ഡയറക്ട്ലി അടുത്ത ഇന്റർഫേസും കോൺഫിഗർ ചെയ്യാം. ഇവിടുന്ന് എക്സിറ്റ് അടിക്കണമെന്നില്ല. പക്ഷേ ചില സ്വിച്ചുകളിൽ എക്സിറ്റ് അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ എറർ കാണുവാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചിട്ട് വേണം ചെയ്യാൻ. 0/4 കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് കൊടുത്തു. ഇനി സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20 കൊടുത്തു. അപ്പോൾ അവിടെ ഈ VLAN 20 ഈ ഒരു ഡിവൈസ് വന്നു. ഓക്കെ, എക്സിറ്റ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്വിച്ചിന്റെ ഈ VLAN വെച്ചിട്ടുള്ള ഈ ഡിവൈസുമായിട്ടുള്ള കോൺഫിഗറേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സ്വിച്ചുകൾ തമ്മിലുള്ള കണക്ഷന്റെ ആ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സ്വിച്ചുകൾ തമ്മിൽ വരുമ്പോൾ നമ്മളതിനെ ട്രങ്ക് പോർട്ടായിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഉണ്ട്. ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1 2 ഉണ്ട്. അപ്പം ഇത് നമുക്കൊരു റേഞ്ച് ആയിട്ട് തന്നെ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്റർഫേസ് റേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു ഇത് കൊടുത്തിട്ട് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1. അപ്പോൾ ഇവിടെ ആ റേഞ്ച് കോൺഫിഗർ ചെയ്യുമ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈഫനും കോമയുണ്ട്. അപ്പോൾ ഹൈഫൻ ഇടാം. എന്നിട്ട് ലാസ്റ്റ് നമ്പർ ആണ് ഇവിടെ പറയുന്നത്, ആ ഒരു ലാസ്റ്റ് പോർട്ട് നമ്പർ. അന്നേരം ഇവിടെ നമുക്ക് പോർട്ട് നമ്പർ 2 ആണ്. എന്നിട്ട് ഇവിടെ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്നിട്ട്
സ്വിച്ച് പോർട്ട്, ട്രങ്ക്, അലൗഡ്, VLAN 10,20 എന്നിട്ട് എൻ്റർ അടിക്കുക. അന്നേരം നമുക്ക് ഈ രീതിയിൽ ആ ഒരു ട്രങ്ക് പോർട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പം VLAN 10 ഉം 20 ഈ രണ്ട് ഇന്റർഫേസിലും ഇപ്പം അസൈൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ട്രങ്ക് പോർട്ടിനകത്ത് പുതിയൊരു VLAN കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഇങ്ങനെ പോയി കമാൻഡ് ഇട്ട് കൊടുക്കല്. അതിന് പകരം നമുക്ക് ഇവിടെ അലൗഡ് VLAN കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ആഡ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ആഡ്. അപ്പം പുതിയൊരു VLAN ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ആ VLANന്റെ നമ്പർ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇതിനെ ഞാൻ ഇച്ചിരി വലുതാക്കാം. അപ്പം കറക്റ്റ് ആ ഒരു കോൺഫിഗറേഷൻ കിട്ടും. ആഡ് ഇപ്പം VLAN 30 ആണെങ്കിൽ ഇവിടെ 30 എന്ന് പറഞ്ഞ് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു പുതിയൊരു VLAN ഇതിനകത്ത് ആഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ കോൺഫിഗർ ചെയ്തിട്ടുള്ള ഈ VLAN ഇതുണ്ടല്ലോ, ഈ 10 ഉം 20 ഇത് റിമൂവ് ആവും ഈ കോൺഫിഗറേഷൻ. അപ്പം അതുകൊണ്ട് ആഡ് എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ. ഇനി ഒരു VLAN ഇതിനകത്തുണ്ട്, അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ട്രങ്ക് അലൗഡ് എന്ന് പറഞ്ഞു പോയിട്ട് VLAN എന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഒരു VLAN റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ എന്താ ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ഇപ്പം അലൗഡ് VLAN 10-20 ഇനിയും 30 കൂടി ഇട്ട് ഈ ഒരു കോൺഫിഗറേഷൻ ഒന്നുകൂടെ റൺ ചെയ്യാം. പക്ഷെ അങ്ങനെ റൺ ചെയ്താൽ നെറ്റ്വർക്കിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും. ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ഇന്റർഫേസ്, കാരണം ഇത് നമ്മൾ ഓരോ VLAN ഒക്കെ കോൺഫിഗർ ചെയ്യുമ്പോഴും ഇവിടെ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ റൺ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ആ ഒരു ഇന്റർഫേസിനെ പെട്ടെന്ന് അത് ഡൗൺ ആക്കിയിട്ട് പിന്നെ തിരിച്ച് സ്പാനിങ് ട്രീ റീകാൽക്കുലേഷനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. അപ്പോൾ ഡിപ്പെൻസ് ആണ് ഏത് ടൈപ്പ് ഓഫ് സ്പാനിങ് ട്രീ ആണ് നമ്മൾ കോൺഫിഗർ ചെയ്തത്, അതനുസരിച്ച് ഇത് അപ്പ് ആകാനൊക്കെയുള്ള ഡിലേ വരും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഡിസ്ട്രപ്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ ആ ഒരു VLAN നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ സ്പാനിങ് ട്രീ വർക്ക് ചെയ്യാനുള്ള ആ ഒരു VLANന്റെ സ്പാനിങ് ട്രീ മാത്രമേ റീകാൽക്കുലേറ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു കംപ്ലീറ്റ് ഒരു ഡിസ്ട്രപ്ഷൻ ഒഴിവാക്കിയിട്ട് ആ ഒരു പുതിയൊരു സാധനം ആഡ് ചെയ്യുന്നല്ലേ. അപ്പം അതുകൊണ്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിസ്ട്രപ്ഷൻ മറ്റുള്ള എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ആഡ് റിമൂവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിയാൽ ഇവിടെ രണ്ടിടത്ത് നമ്മൾ VLAN കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രങ്കിൽ ഇത് രണ്ടും അലോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ PC-യിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും VLAN ട്രങ്ക് നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു PC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് IP അഡ്രസ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇതിനെല്ലാം IP അഡ്രസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു IP, അതായത് ഇവിടെ ഈ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ള IP അഡ്രസ് തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിത്തിൻ സെയിം നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഫോൾട്ട് ഗേറ്റ്വേയുടെ ആവശ്യം നിലവിലില്ല. ഇപ്പം ഈ വിത്തിൻ സെയിം നെറ്റ്വർക്കിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ VLAN 10 മറ്റ് ഡിവൈസിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഡിഫോൾട്ട് ഗേറ്റ്വേ വേണ്ട. അതേസമയം ഈ വേറൊരു VLANലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഡിഫോൾട്ട് ഗേറ്റ്വേയുടെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു 20 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ അതിനും ഒരു ഇതിന്റെ ആവശ്യം ഇപ്പം വരുന്നില്ല, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം ഇതിൽ പിങ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ PC0 നിന്ന്, അതായത് ഈ ഒരു PC0 എടുത്തിട്ട് ഇതിനകത്ത് ഞാനിപ്പം ഒരു പിങ് ഇട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ, അതായത് ഇതിനകത്തോട്ട് ഓൾറെഡി ഞാൻ പിങ് ചെയ്തിട്ടുണ്ട്. 10.12 ഞാൻ പിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഈ ഒരു IP. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഓൾറെഡി ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വെരിഫൈ ചെയ്ത് നോക്കിയായിരുന്നു ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വൺസ് ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് പിങ് ചെയ്ത് നോക്കുക. സെയിം VLANs, ആദ്യം സെയിം VLANs എല്ലാം ഒന്ന് പിങ് ചെയ്ത് നോക്കുക. അപ്പം സെയിം VLANിൽ നിന്ന് മറ്റ് ഡിവൈസിലുള്ള അല്ലെങ്കിൽ ഓരോ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസസിലും പിങ് ചെയ്ത് നോക്കുക. പിങ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കണക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ചിൻ്റെ അകത്തെ കോൺഫിഗറേഷൻ വെരിഫൈ ചെയ്ത് നോക്കുക. പോർട്ട് ടു പോർട്ട് വെരിഫൈ ചെയ്ത് നോക്കണം. അതിനകത്ത് ഏതെങ്കിലും കോൺഫിഗറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടപ്പുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വർക്കാവും. ഇനിയും ഈ കോർ സ്വിച്ച് കോൺഫിഗർ ചെയ്യുന്ന കാര്യമാണ്. ഈ കോർ സ്വിച്ച് ഞാൻ കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല, ചെയ്തായിരുന്നു, ഞാനത് റിമൂവ് ചെയ്തായിരുന്നു. ഇത് നമുക്ക് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എനേബിൾ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടൊരു കോൺഫിഗറേഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്വിച്ചുകളിൽ ഈ ഒരു രീതിയിലുള്ള കോൺഫിഗറേഷൻ വരാറുണ്ട്. നമ്മൾ ഈ ഒരു സ്വിച്ചിലെ പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ കോർ സ്വിച്ചിൽ പ്രത്യേകിച്ച് കോർ സ്വിച്ചുകളെല്ലാം കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഓരോ സ്വിച്ച് മോഡൽ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ആ പ്ലാറ്റ്ഫോം അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ സിസ്കോ എടുക്കുകയാണെങ്കിൽ നമുക്ക് iOS ഉണ്ട്, കാറ്റലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നെക്സസ് എന്നൊക്കെ പറഞ്ഞ പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് സ്വിച്ചുകളുടെ തന്നെ.
അപ്പോൾ അതനുസരിച്ച് കോൺഫിഗറേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ബട്ട് സ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞതാണ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വിച്ച് നോക്കുവാണെങ്കിൽ ഇത് മറ്റുള്ള സ്വിച്ചുകളുമായിട്ട് മാത്രമാണ് കണക്ട് ചെയ്തത്. ജനറലി നമ്മൾ കോർ സ്വിച്ചിൽ പോയിട്ട് PC ഒന്നും കണക്ട് ചെയ്യാറില്ല. സ്വിച്ചുകൾ, റൗട്ടേഴ്സ്, ഫയർവാളുകൾ അങ്ങനെയുള്ള ഡിവൈസുകളായിരിക്കും എപ്പോഴും കോർ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കോർ സ്വിച്ചിൽ മറ്റുള്ള സ്വിച്ചുകളാണ് ഇവിടെ കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്വിച്ചുകളിലോട്ടുള്ള കണക്ഷൻസ് ഒബ്വിയസ്ലി നമുക്ക് വേണ്ടത് ട്രങ്ക് പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഒറ്റ കമാൻഡിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. കാരണം ഇവിടെ ഫാസ്റ്റ് എത്തുന്നത് 0/1, 2, 3 ആണ്. അപ്പം ഇതിനകത്ത് എല്ലാ തരത്തിലും സെയിം VLANs ആണ് അലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റൊരു ഇതിൽ തന്നെ ഒരു റേഞ്ച് ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പം കോൺഫിഗ് ടെർമിനൽ കൊടുത്തു, ഇന്റർഫേസ് റേഞ്ച് കൊടുത്തിട്ട് ഫാസ്റ്റ് ഇത്തർനെറ്റ് 0/1-3N. എന്നിട്ട് ഇവിടെ നമ്മൾ സ്വിച്ച് പോർട്ട് ഈ മോഡ് ട്രങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എറർ ഇവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ടോ ഈ ഒരു എറർ വന്നുകൊണ്ടോ റിജക്റ്റഡ്, കമാൻഡ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രങ്ക് ബോർഡിലോട്ട് മാറ്റാൻ ഒക്കത്തില്ല. എൻക്യാപ്സുലേഷൻ ഇത് എനേബിൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ചില സ്വിച്ചുകളിൽ നമ്മൾ ഈ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞ സംഭവം, ഈ എറർ കണ്ട എൻക്യാപ്സുലേഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്. ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് അല്ല, സ്വിച്ച് പോർട്ട് ട്രങ്ക് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ നമുക്കിവിടെ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞ് കാണും. അന്നേരം ഈ ഒരു എൻക്യാപ്സുലേഷന്റെ അത് കൊടുക്കണം. എൻക്യാപ്സുലേഷൻ അത് .1Q എന്ന് പറഞ്ഞ് കാണും. അത് .1Q കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയേ ഉള്ളൂ കമാൻഡ്. അപ്പോൾ എൻ്റർ അടിക്കുക. അന്നേരം ഇത് എൻക്യാപ്സുലേഷൻ എനേബിൾ ആയി. ഇനി നമ്മൾ ഈ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇനിയാണ് നമ്മൾ അതിനെ ട്രങ്ക് മോഡിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ആ സ്വിച്ച് പോർട്ട് ട്രങ്കിലോട്ട് മാറി. എന്നിട്ട് ഇനി നമുക്ക് സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് VLAN 10,20 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമുക്ക് എൻഡ് കൊടുക്കാം. ഇത്ര ഉള്ളൂ കോൺഫിഗറേഷൻ. എന്നിട്ട് ഇപ്പോൾ ഷോ VLAN എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് VLANs ഉണ്ട്. ഓൾറെഡി ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു VLANs, അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഷോ ഇന്റർഫേസ് ട്രങ്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ട്രങ്ക് പോർട്ട് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഷോ ഇന്റർഫേസ് ട്രങ്ക് കൊടുത്തപ്പം ഇവിടെ ഷോ ഇന്റർഫേസ് ട്രങ്ക് നമ്മളിവിടെ കൊടുത്ത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പോർട്ട് 1 ട്രങ്ക്. ഇപ്പോൾ ഇവിടെ എൻക്യാപ്സുലേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് VLANs ഏതൊക്കെയാണ് അലോ ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഈ സ്വിച്ചുകളിലാണേലും നമ്മൾ പോയിട്ട് ഇവിടെ ഇപ്പം ഞാനിത് എൻഡ് കൊടുക്കാം. എന്നിട്ട് ഷോ ഇന്റർഫേസ് ട്രങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ തന്നെ കാണാൻ പറ്റും. കണ്ടോ? പക്ഷെ ഇവിടെ നമ്മൾ എൻക്യാപ്സുലേഷൻ കോൺഫിഗർ ചെയ്തില്ലായിരുന്നു. കാരണം നമ്മൾ ഡയറക്ട്ലി സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. കാരണം ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ എൻക്യാപ്സുലേഷൻ എനേബിൾ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് കൊടുക്കാഞ്ഞത്. പക്ഷെ ചില സ്വിച്ചുകളിൽ നമ്മളത് പ്രത്യേകിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ട്രങ്ക് പോർട്ട് അതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആ ട്രങ്കിലുള്ള VLANs ഏതാണെന്നും ഏത് പോർട്ടിലാണ് ആ ട്രങ്ക് കോൺഫിഗർ ആയിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ പോർട്ടിലും എല്ലാ VLANs ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ഇപ്പം ഒരു ട്രങ്ക് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 2 സ്വിച്ചുകളിൽ ട്രങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ 2 സ്വിച്ചിലും അതേ സെയിം VLANs ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രങ്ക് ഇടാനൊക്കത്തുള്ളൂ. ഇപ്പം അസ്യൂം ചെയ്യുക, ഇപ്പം 30 എന്ന് പറഞ്ഞൊരു VLAN ഉണ്ടെന്ന് വെക്കുക. അപ്പം ഈ ഒരു ഡിവൈസിൽ 30 VLANിലുള്ള ഈ സ്വിച്ചിൽ 30 VLAനിലുള്ള മറ്റ് ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 30 VLAN ട്രങ്കിൽ അലോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ സ്വിച്ചിൽ ഇല്ലാത്തൊരു VLAN അല്ലെങ്കിൽ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്യാത്തൊരു VLAനിലുള്ള VLAനിനെ ഞാൻ ഇങ്ങോട്ട് അലോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ 10-20 ആയിരിക്കും കൊടുക്കുക. ഇവിടെയും അപ്പം 10-20 കൊടുക്കും. കാരണം രണ്ടിടത്തും 10-20 ഉണ്ട്. അതേസമയം കോർ സ്വിച്ചിൽ വരുമ്പോൾ ഇവിടെ VLAN 30 ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് VLAN 30 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇൻ കേസ് ഈ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിൽ VLAN 30 ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അങ്ങോട്ട് VLAN 30 ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുക. അപ്പം ഏതൊക്കെ 2 സൈഡിലും VLANs ഉണ്ടെങ്കിൽ മാത്രമേ ആ VLANs ട്രങ്കിൽ അലോ ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ VLANന്റെ കോൺഫ്ലിക്റ്റുകളും അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ അവിടെ കാണിക്കാൻ തുടങ്ങും. അപ്പം 2 ഡിവൈസസിലും ഉള്ള VLAN മാത്രം കൊടുത്താൽ മതി. ഇല്ലാത്ത VLAN അവിടെ കൊടുത്ത് ഇത് സെറ്റപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്വിച്ച് വഴി വേറെ സ്വിച്ചിലോട്ട് കണക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ VLAN 30 ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ സ്വിച്ചിൽ VLAN 30 വേണം. അതുപോലെ ഈ ട്രങ്ക് ബോർഡിൽ ഞാൻ VLAN 30 അലോ ചെയ്താൽ മാത്രമേ
മറ്റേ ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന വേറെ സ്വിച്ച് ഉണ്ടെങ്കിൽ ആ സ്വിച്ചിലോട്ട് VLAN 30യുടെ ട്രാഫിക് പോകത്തുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു 30 VLANന്റെ അകത്ത് അസ്യൂം ചെയ്യുക നമുക്ക് ഈ ഒരു PC0യിൽ നിന്ന് 30 VLANലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അപ്പൊ ഈ VLAN 10-ലാണുള്ളത്. അപ്പം ഈ സ്വിച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വിച്ചുകളിൽ നമ്മൾ 30 VLAN ഇവിടെ അലോ ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഈ ഒരു PC VLAN 30ലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റൗട്ടിംഗ് ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു PCയെ സംബന്ധിച്ചിടത്തോളം ഈ PC ഇവിടുന്ന് VLAN 10ൽ ഇവിടെ വന്ന് ഇവിടുന്ന് 10ൽ VLAN വഴി ഈ ഒരു കോർ സ്വിച്ചിന്റെ VLAN 10ൽ വരുന്നു. അവിടെ റൗട്ടിംഗ് ചെക്ക് ചെയ്തിട്ട് 30 VLAN ഉണ്ടെങ്കിൽ ആ 30 VLAന്റെ എങ്ങോട്ടാണ് ഏത് ഇന്റർഫേസിലോട്ടാണ് പോകേണ്ടത് ആ വഴിക്ക് അത് പറഞ്ഞു വിടും. അപ്പോൾ ഈ VLAN മറ്റുള്ള 30 VLAനോ 40 VLAനോ അല്ലെങ്കിൽ മറ്റുള്ള VLAനിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ VLAN എല്ലാം ഈ സ്വിച്ചിൽ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഈ PC ഏത് VLAനിലാണോ ഉള്ളത് ആ VLAN മാത്രം ഈ സ്വിച്ചിൽ ഉണ്ടായാൽ മാത്രം മതി. അതുവഴി കണക്ഷൻ ചെയ്യും. അപ്പൊ ഇത് ലെയർ 2 കമ്മ്യൂണിക്കേഷൻ ആണ്. സെയിം VLAനിലുള്ളത് ലെയർ 2 കമ്മ്യൂണിക്കേഷനും ഒരു VLAനിൽ നിന്ന് മറ്റൊരു VLAനിലോട്ടുള്ളത് ലെയർ 3 കമ്മ്യൂണിക്കേഷൻ. അത് റൗട്ടിംഗ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇതാണ് ഇത് നമ്മളൊരു ഡിഫറൻസ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ട്രങ്ക് പോർട്ട് ഇവിടെ എല്ലാം കോൺഫിഗർ ചെയ്തു. ഇതും ട്രങ്കിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ലെയർ 2 ഇതിൽ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഇവിടെ ആക്സസ് പോർട്ടുകൾ PC കണക്ട് ചെയ്തേക്കുന്ന പോർട്ടുകളെല്ലാം ആക്സസ് പോർട്ടിൽ സെറ്റപ്പ് ചെയ്തു. സ്വിച്ചുകൾ തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ ട്രങ്കിൽ സെറ്റപ്പ് ചെയ്തു. കണക്ടിവിറ്റിയും വെരിഫൈ നോക്കിയിട്ടുണ്ട്. എല്ലാം വർക്ക് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് ഈ സ്വിച്ചിൽ വന്നിട്ട് ഈ സ്വിച്ചിന്റെ അകത്ത് നമുക്ക് ഇവിടെ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിന് നമുക്ക് ലെയർ 3 ആക്കണം. അപ്പോൾ റൗട്ടിംഗ് എനേബിൾ ചെയ്യണം. അപ്പൊ റൗട്ടിംഗ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലെയർ 3 ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം കോൺഫിഗ് ടെർമിനൽ എന്ന് പറഞ്ഞ് പോയിട്ട് ഇന്റർഫേസ് VLAN എന്ന് പറഞ്ഞ കമാൻഡ് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. ഇന്റർഫേസ് VLAN 10 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അവിടെ ഒരു VLAN ഇന്റർഫേസ് അവിടെ ക്രിയേറ്റ് ആയി. എന്നിട്ട് ഇവിടെ IP അഡ്രസ്സ് 192.168.10.1 എന്ന് പറഞ്ഞ IP കൊടുത്തു. അപ്പം ഈ PCകൾക്ക് VLAN 10ലുള്ള PCകളുടെ ഡീഫോൾട്ട് ഗേറ്റ്വേ ഈ IP ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ 255.255.255.0 ആ സബ്നെറ്റ് മാസ്കും കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അവിടെ ആ ഒരു IP ഇവിടെ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഗേറ്റ്വേയുടെ IP സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഗേറ്റ്വേയുടെ IP സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതൊരു റൗട്ടിംഗ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിലായിരിക്കും. അത് റൗട്ടർ ആവാം, ഫയർവാൾ ആവാം, കോർ സ്വിച്ച് ആവാം. റൗട്ടിംഗ് എനേബിൾ ആയിട്ടുള്ള കോർ സ്വിച്ച് ആവാം. ഈ ഡിവൈസുകളിലൊക്കെ നമുക്ക് ഈ ഒരു എന്ന് വെച്ചാൽ റൗട്ടിംഗ് ഫീച്ചേഴ്സ് ഉള്ള ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഡീഫോൾട്ട് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു IP ഡീഫോൾട്ട് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്ത് ഈ ഒരു IP ആയിരിക്കും നമ്മൾ ഈ VLAN 10ലുള്ള എല്ലാ PCകൾക്കും നമ്മൾ ഡീഫോൾട്ട് ഗേറ്റ്വേ ആയിട്ട് ഇടാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇന്റർഫേസ് VLAN 20 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ IP അഡ്രസ്സ് 192.168.20.1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്നു അവിടെ. അന്നേരം 20 VLAനിലുള്ള എല്ലാ ഡിവൈസസിനും നമ്മൾ ഗേറ്റ്വേ കൊടുക്കുന്നത് ഈ ഒരു IP ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസസിൽ അല്ലെങ്കിൽ ഈ ഒരു കോർ സ്വിച്ചിൽ നമ്മൾ ഇന്റർഫേസുകൾ ലെയർ 3 ഇന്റർഫേസ് എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇനിയും ഈ കോർ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ബേസിക്കലി ഇതൊരു സ്വിച്ച് ആണ്. ഇതിനകത്ത് റൗട്ടിംഗ് ഫീച്ചർ ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് റൗട്ടിംഗ് ഫീച്ചർ എനേബിൾ ചെയ്യണം, എന്നാലേ റൗട്ടിംഗ് വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുള്ള കമാൻഡാണ് IP റൗട്ടിംഗ് എന്നുള്ള കമാൻഡ്. ഈ IP റൗട്ടിംഗ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ടാണ് നമ്മൾ റൗട്ടിംഗ് ഫീച്ചർ ഈ ഒരു സ്വിച്ചിൽ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റൗട്ടിംഗ് എനേബിൾ ആയി. അന്നേരം ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിനകത്ത് റൗട്ടിംഗ് ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ ഓരോ നെറ്റ്വർക്കിലോട്ട് എങ്ങോട്ട് പറഞ്ഞു വിടണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിലൊരു കമാൻഡ് ഉണ്ട്. ഇവിടുന്ന് എക്സിറ്റ് എടുക്കുക. എന്നിട്ട് ഷോ IP റൗട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിലവിലുള്ള റൗട്ടിംഗ് എല്ലാം കാണിക്കും. അതായത് ഈ സ്വിച്ച് നിലവിലുള്ള റൗട്ടിംഗ് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഈ രണ്ട് റൗട്ടും നമുക്ക് കാണാൻ പറ്റും, VLAN 10ഉം 20. ഇത് C എന്ന് പറഞ്ഞാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. C എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ടുള്ള അല്ല ഈ സ്വിച്ചിൽ തന്നെ കോൺഫിഗർ ചെയ്തിട്ടുള്ള നെറ്റ്വർക്കുകളാണ് ഇവിടെ C എന്ന് പറഞ്ഞ ഇതിൽ കാണുന്നത്. ഇനി S എന്ന് പറഞ്ഞ് കാണുവാണെങ്കിൽ സ്റ്റാറ്റിക് റൗട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. അതുപോലെ തന്നെ മറ്റ് റൗട്ടിങ്ങിന്റെ ഓരോന്നിന്റെയും ഡിനോമിനേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് പല ലെറ്റർ കാണും. അതെന്താണെന്നുള്ള ഇവിടെ വെരിഫൈ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ സി കണ്ടു. അപ്പം ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അതിനർത്ഥം ഈ റൗട്ടറിൻ്റെ അകത്ത് ഈ ഒരു IP അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഇന്റർഫേസ് VLAN 10 നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് അല്ലെ ഈ ഒരു നെറ്റ്വർക്കിലുള്ള റേഞ്ചിലുള്ള 10.1 ആണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റൗട്ടറിന് അറിയാം VLAN 10 ഈ ഒരു IP റേഞ്ചിലുള്ളതാണ്. അതുപോലെ VLAN 20 ഇതാണ് IP റേഞ്ച്. അപ്പോൾ VLAN 10 എന്നൊരു ട്രാഫിക് 20 പോകണമെങ്കിൽ ഇതിന് കൃത്യമായിട്ട് അറിയാം. ഇത് VLAN ഇപ്പം 10 വരുന്നൊരു ഈ PC0 ഒരു പിങ് കൊടുക്കുവാണ് VLAN 20 ഡിവൈസിലോട്ട്. അന്നേരം ഈ ഒരു റൗട്ടർ വരുമ്പം റൗട്ടർ ഈ ഒരു റൗട്ടിംഗ് ടേബിൾ എടുത്ത് നോക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നോക്കും. അന്നേരം ഈ ഒരു 20 നെറ്റ്വർക്കിൽ ഈ ഒരു VLAN 20 നെറ്റ്വർക്കിലുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് മനസ്സിലാവും. അപ്പൊ ഈ റൗട്ടർ കൊടുക്കും ആ VLAN 10 നിന്നുള്ള ട്രാഫിക്കിനെ 20 VLANിലോട്ട് കയറ്റി വിട്ടിട്ട് നേരെ ആ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കും. സോ ഇങ്ങനെയാണ് ഇതിനകത്ത് റൗട്ടിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിന് അറിയാത്ത നെറ്റ്വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിങ്ങും മറ്റുള്ള റൗട്ടിംഗ് പ്രോട്ടോക്കോളും വെച്ചിട്ട് ആ റൂട്ട് പറഞ്ഞു കൊടുക്കും. അതാണ് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിപ്പം ഇന്റർ VLAN റൗട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് നിലവിലുള്ള VLANസിന്റെ ലെയർ 3 ഇന്റർഫേസ് നമ്മൾ ഈ ഒരു കോർ സ്വിച്ചിൽ സെറ്റപ്പ് ചെയ്യുന്നു. ഈവൻ ചെറിയ സെറ്റപ്പ് ഒക്കെ നമുക്ക് റൗട്ടറിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫയർവാളിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതാത് VLANിലോട്ടുള്ള ട്രാഫിക്കിനെ നമ്മൾ റൗട്ട് ചെയ്ത് വിടുന്നു. സോ അതാണ് ഇന്റർ VLAN റൗട്ടിങ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ഡിവൈസസിലും നമുക്ക് ഇതിന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ കോൺഫിഗർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ PC10 നിന്ന് ഞാനിപ്പോ PC0 നിന്ന് PC1 ഞാൻ പിങ് ചെയ്യാൻ നോക്കിയാൽ ഇത് രണ്ട് VLANs ആണ്. അപ്പം PC0 ഞാനൊരു പിങ് കൊടുക്കുമ്പം PC0 നോക്കുമ്പം അത് വേറെ നെറ്റ്വർക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ PC0 എന്ത് കൊടുക്കും, ഡീഫോൾട്ട് ഗേറ്റ് വേയിലോട്ട് അത് ഫോർവേഡ് ചെയ്യും. അന്നേരം ഇവിടെ ആ റൗട്ടിങ് ടേബിൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സ്കോർ സ്വിച്ച് ഉടനെ തന്നെ VLAN 20 ഇത് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അതിൽ ആ VLAN 20 ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള എവിടെയാണ് PC1 ഉള്ളതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ആ ഒരു ട്രാഫിക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. സോ അതാണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. അപ്പം PC1 ഞാനിപ്പം ഇവിടെ ഡീഫോൾട്ട് ഗേറ്റ് വേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഈ PC0 നിന്ന് ഞാനൊരു പിങ് എടുത്തിട്ട് PC20 ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ പിങ് ആവും. ഇപ്പോൾ ഇവിടെ പിങ് 192.168.20.10 എന്ന് പറഞ്ഞു കൊടുത്താൽ ആ ഒരു പിങ് അവിടെ വർക്ക് ആവും. ആദ്യത്തെ 1-2 പിങ് ലോസ് ആകും. സോ അത് നോർമലാണ്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഈ ഒരു PC0 നിന്ന് ഇവിടെ വന്നു, ഇനി ഇത് ഐഡന്റിഫൈ ചെയ്ത് നോക്കും എവിടെയാണ് ഈ PC1 ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു IP ഉള്ളത്. അത് നോക്കിയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ഇതിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഷോ ആർപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഈ ഷോ ആർപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാണിക്കും നിലവിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ ഏതൊക്കെ ഇതിലാണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ MAC അഡ്രസ്സും കിട്ടും. അപ്പോൾ IP അഡ്രസ്സും MAC അഡ്രസ്സും ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം IP അഡ്രസ്സിന്റെ ഇപ്പൊ PC10 IP അഡ്രസ്സ് നമ്മളിവിടെ കണ്ടു. ഇനി ഞാൻ ഇവിടെ ഈ PC-യിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു PC-യിൽ നിന്ന് ഞാനിപ്പം ഈ ഒരു 20 20.11 എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നമുക്ക് 20.11 അതായത് നമ്മളുടെ ഈ ഒരു കോർ സ്വിച്ചിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 20.11 11ന്റെ MAC അഡ്രസ് ഇല്ല ഇപ്പം നിലവിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു പിങ് കൊടുക്കുവാണ് 20.11 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇത് ഇവിടെ ആദ്യമായിട്ട് പിങ് ചെയ്യുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിങ് പോകും. അത് കഴിഞ്ഞതിന് ശേഷം അത് വർക്ക് ആയിക്കോളും. ഓക്കെ, ഇത് പിങ് ആവുന്നില്ല. അപ്പൊ 20.11 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ പോയിട്ട് നമുക്ക് അതിന് ഡീഫോൾട്ട് ഗേറ്റ് വേ ഇല്ല ഇവിടെ. അപ്പോൾ ഈ ഒരു ഡീഫോൾട്ട് ഗേറ്റ് വേ ഞാനിപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്യുവാണ്. അതായത് 20.1 എന്ന് പറഞ്ഞ IP സെറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഞാൻ നമ്മളുടെ ഇതിൽ വന്നിട്ട് നമ്മളുടെ PC0 വന്നിട്ട് ഞാൻ വീണ്ടും അതേ പിങ് ഒന്നുകൂടെ റൺ ചെയ്യുക 20.11 ഇപ്പൊ അവിടെ പിങ് ആവുന്നുണ്ട്, കണ്ടോ? അപ്പൊ ഡീഫോൾട്ട് ഗേറ്റ് വേ സെറ്റ് ചെയ്തപ്പോഴാണ് ആ പിങ് വർക്ക് ചെയ്തത്. കാരണം ഈ ഡിവൈസിന്റെ അകത്ത് പിങ് ഇവിടെ വരെ വരും. കാരണം ഇവിടെ നമ്മൾ ഇടുമ്പം ഈ ഒരു റൗട്ടർ വഴി ത്രൂ ഈ ഒരു ഡിവൈസ് വരും. പക്ഷെ ഈ ഡിവൈസ് അതിന് റെസ്പോൺസ് കൊടുക്കാൻ നേരത്ത് ഡെസ്റ്റിനേഷൻ ഈ ഒരു IP ആണ്. അപ്പൊ ഇവിടെ ഗേറ്റ് വേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ആ ഒരു നെറ്റ്വർക്കിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പൊ എന്ത് കൊടുക്കും, ഈ PC ഇവിടെ ഡ്രോപ്പ് ചെയ്യും.
ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് കൊടുക്കും, ബൈ ഡീഫോൾട്ട് ആയിട്ട് ആ ഡീഫോൾട്ട് ഗേറ്റ് വേയിലോട്ട് ആ ട്രാഫിക് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അത് തിരിച്ച് റിട്ടേൺ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും റിട്ടേൺ ട്രാഫിക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഷോ ആർപ്പ് കൊടുത്താൽ എനിക്ക് ആ 11ന്റെ ആർപ്പ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, കോർ സ്വിച്ചിൽ നമുക്ക് ആ 11ന്റെ ആർപ്പ് അവിടെ വന്നിട്ടുണ്ട്. സോ കോർ സ്വിച്ചിന് ആ മാക് അഡ്രസ്സും കിട്ടും ഏതാണെന്നുള്ളത്. അപ്പം കോർ സ്വിച്ച് IP മാക്കും കൂടെ ഇവിടെ ഓൾറെഡി ഇത് കിട്ടുന്നുണ്ട്. അപ്പം ആ മാക്കിലോട്ട് ഇത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ആ മാക്ക് ഇവിടുന്ന് ലേൺ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഷോ മാക് അഡ്രസ് ടേബിൾ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞ് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കും ഓരോ മാക്കും എവിടെയാണ് ഇത് കണക്ട് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയാൽ AB01 എന്ന് പറയുന്നത് ഇതാണ് AB01. ഇത് ഫാസ്റ്റ് 0/2 കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് ഇത് പോയേക്കുന്നത്. കണ്ടോ, അപ്പോൾ അങ്ങനെ മാക് അഡ്രസ് വെച്ചിട്ട് ഇത് വീണ്ടും ലെയർ 2 കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ഡീഫോൾട്ട് ഗേറ്റ് വേ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, സെയിം നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം ആ IP. വേറെ നെറ്റ്വർക്കിലുള്ള IP കൊടുത്താൽ ഡീഫോൾട്ട് ഗേറ്റ് വേ വർക്കാകത്തില്ല. കാരണം അത് റീച്ച് ചെയ്യാൻ അറിയത്തില്ല. വേറെ നെറ്റ്വർക്കിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഡീഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം വേറെ നെറ്റ്വർക്കിന്റെ IP എടുത്ത് ഡീഫോൾട്ട് ഗേറ്റ് വേ ആയിട്ട് കൊടുത്താൽ വർക്കാവത്തില്ല. സെയിം നെറ്റ്വർക്കിലുള്ള IP തന്നെ ആയിരിക്കണം ഡീഫോൾട്ട് ഗേറ്റ് വേ, എന്നാലേ അത് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്വിച്ചിങ്ങിന്റെ ബേസിക്സിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇന്റർ VLAN റൗട്ടിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സെനാരിയോ. എന്നിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യുക ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇഷ്യൂ വരാൻ ചാൻസസ് ഉള്ളത് കോൺഫിഗറേഷനിൽ മാത്രമാണ്. കോൺഫിഗറേഷൻ വെരിഫൈ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇന്റർ VLAN റൗട്ടിങ്ങിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ VLAN ഉള്ള ഒരു നെറ്റ്വർക്കിൽ ഒരു കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ കിട്ടും.